വേദിയിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സോൾഡാറ്റി ജനറൽ സെക്രട്ടറി സാദിഖ് ഉളിയിൽ, ഈ സമ്മേളനത്തിന് സ്വാഗതമോദിയ പ്രിയപ്പെട്ട സമദ് കുന്നക്കാവ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രതീക്ഷ നൽകുകയും ഏറ്റവും അധികം വിശ്വാസം സമർപ്പിക്കുകയും ചെയ്യാവുന്ന നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ സച്ചിദാനന്ദൻ, ഇവിടെ പ്രഭാഷണങ്ങൾ നടത്താനെത്തിയ പ്രിയ കഥാകാരൻ പി സുരേന്ദ്രൻ, പ്രിയപ്പെട്ട നിരൂപകൻ ബാലേന്ദ്രൻ വടക്കേടത്ത്, പ്രൊഫസർ വി ജി തമ്പി, ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്ന്, പി എൻ ഗോപികൃഷ്ണൻ, സെബാസ്റ്റ്യൻ, കെ ആർ ടോണി, അൻവർ അലി, പി എ നാസിമുദ്ദീൻ, ഡോക്ടർ ജമീൽ അഹമ്മദ്, ആരിഫ് മുഹമ്മദ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സച്ചിദാനന്ദൻ്റെ പ്രൗഢോജ്വലമായ പ്രഭാഷണത്തിന് ശേഷം കൂടുതലൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലാണ് നാം എത്തിയിരിക്കുന്നത്. ഈ പ്രഭാഷണം ഇന്ത്യയിൽ മുഴുവൻ പ്രക്ഷേപണം ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഫാസിസ്റ്റ് ശക്തികൾ പത്തിമടക്കും എന്ന നിലയ്ക്കുള്ള ഒരു ആശയ വിസ്ഫോടനമാണ് നമ്മളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ കവി ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ അവസ്ഥയിൽ കൂടി ഇപ്പോഴും ഇന്ത്യയിൽ ഫാസിസം ഉണ്ടോ, അത് ജർമ്മനിയിലും ഇറ്റലിയിലും നടന്നുപോയ കാര്യമല്ലേ എന്ന് സംശയിക്കുന്ന ബുദ്ധിജീവികൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്തു കൂടിയാണ് നാം സംഘപരിവാർ കാലത്തും ഇന്ത്യക്ക് ജീവിച്ചേ പറ്റൂ എന്ന മുദ്രാവാക്യവുമായി, എന്ന ഉറച്ച തീരുമാനവുമായി ഭാരതീയ ജനതയെ, കേരളീയത്തെ പ്രിയപ്പെട്ട ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഏറ്റവും വിപ്ലവമൂല്യമുള്ള സോളിഡാരിറ്റി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഫാസിസം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ബുദ്ധിജീവികളെ നമുക്ക് വെറുതെ വിടാം. എന്നാൽ ഫാസിസം എത്രത്തോളം ഉണ്ട്, അതിനെ എങ്ങനെയെല്ലാം പ്രതിരോധം സൃഷ്ടിക്കണം എന്നതിനെ പറ്റിയാണ് നാം വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ മഹാനായ എഴുത്തുകാരനായ ഉംബർട്ടോ എക്കോ 14 ലക്ഷണങ്ങളാണ് ഫാസിസത്തിന് ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. അതിൽ 2 ലക്ഷണങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 2 ലക്ഷണങ്ങൾ സൈനിക കൂപ്പിലൂടെ അധികാരം പിടിച്ചെടുക്കുക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ റാഞ്ചിക്കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിവിടെ പ്രകടമായി സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല. ഏത് നിമിഷവും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അതുകൂടാതെയുള്ള എല്ലാ ലക്ഷ്യങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഭൂതകാലത്തെ മഹത്വവൽക്കരിക്കുക, പാരമ്പര്യത്തെ വികൃതവൽക്കരിക്കുക, അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഇന്ത്യയെ അപഹാസ്യമാക്കുക. ICHRന്റെ ചെയർമാനായിരുന്ന സുദർശൻ റാവു ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നവനായിരുന്നു. കൗരവന്മാരുണ്ടായത് സ്റ്റെം സെൽ റിസർച്ചിൽ കൂടെയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ശാസ്ത്രലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ അപഹാസ്യനാക്കുന്നവനായിരുന്നു. ഗണപതി, ഒരു സാഹിത്യ സൃഷ്ടിയായിട്ടുള്ള ഗണപതി, പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കൊണ്ട് അന്ന് ജീവിച്ചിരുന്ന ഒരു സ്വത്തുമായിരുന്നു എന്ന് പറയും. സാഹിത്യമേതാണ്, ചരിത്രമേതാണ് എന്നറിയാത്തൊരു വ്യക്തിയാണ് ICHRന്റെ മുകളിൽ ഇവർ കൊണ്ടുവന്നിരുത്തിയത് എന്നാണ് അർത്ഥം. സാഹിത്യവും ചരിത്രവും വ്യത്യാസമില്ല. ഇന്ത്യയിൽ ഉള്ള ദേവന്മാരും ദേവതകളുമെല്ലാം സാഹിത്യത്തിൻ്റെ സൃഷ്ടികളാണ്. അവരെല്ലാം ചില മൂല്യങ്ങളുടെ, ചില പ്രത്യേകമായ പ്രതിഭാസങ്ങളുടെ പ്രത്യക്ഷീകരണങ്ങളാണ്. ദുർഗ, കാളിയുമെല്ലാം അവനവൻ്റെ ഉള്ളിലുള്ള നന്മയെ നശിപ്പിക്കുന്ന ശക്തികളായിരുന്നു. അവരെയെല്ലാം മുസ്ലിമിനെതിരും ക്രിസ്ത്യാനികൾക്കെതിരും ആഞ്ഞടിക്കുന്ന ശക്തികളായി പരിവർത്തിപ്പിക്കുന്നത് ജിഹാദിനെ വികൃതവൽക്കരിക്കുന്ന പോലെ തന്നെ അങ്ങനെയുള്ള കൂട്ടരെ, മതം വികൃതവൽക്കരിക്കുന്ന കൂട്ടരിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റുകൾ എന്ന് തെളിയിച്ചുകൊണ്ടാണ് അവർ നമ്മുടെ പാരമ്പര്യത്തെയും ഭൂതകാലത്തെയും എല്ലാം വികൃതവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിജീവികൾ, കലാകാരന്മാർ അവരെ സംശയത്തോടുകൂടി വീക്ഷിക്കുക. ഏതൊരു വിയോജിപ്പിനെയും
വിശ്വാസവഞ്ചനയായി കരുതുക. ഇതാണ് ലോകത്ത് മുഴുവൻ ബഹുമാനിക്കുന്ന UR അനന്തമൂർത്തി എന്ന മഹാനായ എഴുത്തുകാരനെ പാകിസ്ഥാനിലേക്ക് ഞങ്ങളിതാ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്ന തരത്തിൽ അധപ്പതിച്ചൊരു വർഗമാണ് ഇന്ന് ഭരണത്തിൽ ഏറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഭരണകൂടം ഇവിടെ വന്നതിന് ശേഷം ദൈവകൃപ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ അധികാലം ജീവിച്ചിരിക്കേണ്ടി വന്നില്ല. കൽബുർഗി സ്വതന്ത്രമായൊരു ചിന്ത ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ മാത്രം വന്യവയോധികനായ അദ്ദേഹത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ക്രൂരന്മാർ വന്ന് വെടിവെച്ചു കൊന്നത്. നരേന്ദ്ര പൻസാരെ, ദബോൾക്കർ, ഗോവിന്ദ് പൻസാരെ മുതലുള്ള ആൾക്കാരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. KS ഭഗവാനെ ഏത് സമയത്തും ഞങ്ങൾ കൊല്ലാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് ഷെട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. MF ഹുസൈൻ്റെ ചിത്രപ്രദർശനം നിരോധിക്കുന്നു. ഗുലാം അലി പാടാൻ സമ്മതിക്കാതിരിക്കുന്നു. പ്രണാളിനി സാരാഭായിയെ പോലെയുള്ളവരെ അവഹേളിക്കുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിജീവികളും കലാകാരന്മാരോടുമുള്ള അസഹിഷ്ണുത, നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനെ സാംസ്കാരിക തലസ്ഥാനമാക്കുന്ന രീതിയിൽ ഇവിടെ കൊള്ളാവുന്നവരെ മുഴുവൻ കയറ്റി അയക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഇവിടുത്തെ സംഘപരിവാർ ശിങ്കിടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബഹുസ്വരതയെ മുഴുവൻ കൊഞ്ഞനം കുത്തുകയാണ് ചെയ്യുന്നത്. ഹൈന്ദവതയുടെ ബഹുസ്വരമായിട്ടുള്ള സ്വഭാവത്തെ, രാമാനുജന്റെ 300 രാമായണസ് എല്ലാം ഉണ്ട്, അതെല്ലാം മാറ്റി രാമായണം എന്ന് പറഞ്ഞാൽ ഇവർ TV-യിൽ കാണിക്കുന്ന കോമാളി രാമായണം മാത്രമാക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. ഏറ്റവും വലിയ ജയപ്രകനായിട്ടുള്ള സാഹിത്യ നായകനോ ചരിത്ര നായകനായിട്ടുള്ള ശ്രീരാമനെ പള്ളി പൊളിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ ചെയ്യുന്നത് എന്താണ്? ഇവർ മുസ്ലിങ്ങളോട് ചെയ്യുന്ന അനീതി പോലെ തന്നെ അതിൽ കൂടുതലായിട്ട് ഹൈന്ദവ പ്രതീകങ്ങളോടാണ് ഇവർ അനീതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമനെ പറ്റിയിട്ടുള്ള കഥയുണ്ട്, ഞാൻ പലയിടത്തും പറയുന്നതാണ്. ആരാണ് ഈ ശരിയ ശ്രീരാമൻ എന്നുള്ളത് ഈ സംഘപരിവാർ ശക്തികളെ പഠിപ്പിച്ചു കൊടുക്കണം. ശ്രീരാമൻ കാട്ടിൽ പോയ സമയത്ത് അദ്ദേഹത്തിനെ മടക്കി വലിക്കാനായിട്ട് ഭരതൻ കാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ചോദിച്ചത് പ്രജകളിൽ ചാർവാകന്മാർക്ക് സുഖമല്ലേ എന്നാണ്. അന്ന് 0.1% ന്യൂനപക്ഷമാണ് ചാർവാകന്മാർ. അവർക്ക് സുഖമല്ലേ? ന്യൂനപക്ഷത്തിന്റെ ക്ഷേമം അന്വേഷിച്ച ശ്രീരാമന്റെ പേരിലാണ് ഇവർ പള്ളി പൊളിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പള്ളി പൊളിക്കുകയാണോ ചെയ്തത്? ശ്രീരാമനെ അവഹേളിക്കുകയാണോ ചെയ്തത് എന്നാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഗുജറാത്തിൽ പള്ളികൾ പൊളിക്കുകയും മുസ്ലിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ കുത്തി നിർത്തിയിരുന്നത് ഹനുമാന്റെ വിഗ്രഹമായിരുന്നു എന്നുള്ളതാണ്. ആരാണ് ഈ ഹനുമാൻ എന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹനുമാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ചാൽ കുത്തി നിർത്തേണ്ട കിങ്കരനല്ല. ആ ഹൈന്ദവ പ്രദീപം വളരെ മഹത്തായ ഹൈന്ദവ പ്രദീപമാണ്. സീതയെ രാവണൻ കട്ടുകൊണ്ടതിന് ശേഷം ശ്രീരാമനും ഹനുമാനും ലക്ഷ്മണനും സുഗ്രീവനും എല്ലാം കൂടി കടൽ കടക്കാൻ വരുന്ന സമയത്ത് പിന്നെ രാവണന്റെ സഹോദരനായിട്ടുള്ള വിഭീഷണൻ രാവണനെ ഉപദേശിക്കുകയാണ്, ആരാന്റെ ഭാര്യയെ കട്ടുകൊണ്ടു നല്ലതല്ല, മടക്കി കൊടുക്കൂ എന്ന് പറയുമ്പോൾ രാവണൻ കേൾക്കുന്നില്ല. സുഗ്രീവനെ കൊല്ലാനായിട്ട് വരികയാണ്. ആ സമയത്ത് സുഗ്രീവൻ ആകാശമാർഗത്തിൽ കൂടെ വന്ന് രാമനോട് എന്നെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. രാമൻ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുകയാണ്. ലക്ഷ്മണനും സുഗ്രീവനൊക്കെ സംശയിക്കുകയാണ്. കാരണം രാവണന്റെ സഹോദരനാണ്. ശത്രുവിനെ വിശ്വസിച്ചാലും ശത്രുവിൻ്റെ മിത്രത്തെ വിശ്വസിക്കരുതെന്നാണ്. ആ സമയത്ത് ഹനുമാനാണ് പറയുന്നത്, ജാതിനാമാദികൾക്കല്ല മനുഷ്യന്റെ ഗുണഗണത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് വിഭീഷണനെ സ്വീകരിക്കാൻ രാമനെ പ്രേരിപ്പിക്കുന്ന ഹനുമാനെയാണ് മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കുന്ന സമയത്ത് അവിടെ കിങ്കരനായി നിർത്തുന്നത്. ഇവർ ശരിക്ക് ഹൈന്ദവതയാണ്, ഇവിടുത്തെ സംസ്കാരത്തെയാണ്, ബഹുസ്വരമായിട്ടുള്ള സഹിഷ്ണുതാപൂർണമായിട്ടുള്ള സ്നേഹനിർഭരമായിട്ടുള്ള ഭാരതീയ സംസ്കാരത്തെയാണ് ഇവർ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചരിത്രത്തെ വിഷലിപ്തമാക്കുക എന്നുള്ളതാണ്. ഇവിടെ ചരിത്രത്തെ വിഷലിപ്തമാക്കിയത് കൊളോണിയൽ ശക്തികളായിരുന്നു. അവരുടെ പണിയായിരുന്നു. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വെറും 3000 ഇംഗ്ലീഷ് ശരീരങ്ങൾ മാത്രമാണ് കോടാനുകോടി ഇന്ത്യക്കാരെ ഭരിച്ചത്. അവർക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രത്യയശാസ്ത്രമാണ് ഭാരതീയതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഇവർ നാണമില്ലാതെ പ്രക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇന്ത്യയുടെ ചരിത്രം ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും സംഘട്ടന ചരിത്രമായി ഇവർ വികലമായി ചിത്രീകരിക്കുകയാണ്. കൊളോണിയൽ ശക്തികളുടെ വായിലുള്ളതാണ് ഇവർ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കോർപ്പറേറ്റുകളെ ക്ഷണിക്കുന്ന സമയത്തും സാമ്രാജ്യത്വ ശക്തികളുടെ കൂട്ടിക്കൊടുപ്പുകാരായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. സത്യത്തിൽ ഉള്ള ഇന്ത്യാ ചരിത്രം അതാണോ? നമ്മെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ചരിത്ര നിർമ്മിതി ഇംഗ്ലീഷുകാർ നടത്തിയിട്ടുള്ളത്. സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ പ്രധാനപ്പെട്ട മന്ത്രിമാർ രജപുത്രന്മാരായിരുന്നു. കൊട്ടാരത്തിലുള്ള കവികൾ ഹിന്ദുക്കളായിരുന്നു. ഇവിടെ ആദ്യമായിട്ട് വേദങ്ങൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്, പരിഭാഷപ്പെടുത്തിയത് മുഗൾ ചക്രവർത്തിയുടെ മകനായിട്ടുള്ള ദാരാ ഷുക്കുവായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയാവുന്ന ഭക്തി പ്രസ്ഥാനത്തെ നയിച്ചത് ഒരേപോലെ ഹിന്ദു സന്യാസിമാരും മുസ്ലിം സൂഫി വര്യന്മാരും ചേർന്നുകൊണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മതസൗഹാർദ്ദത്തിൻ്റെതായ മഹത്തായ പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. വിശുദ്ധ ഖുറാനിൽ പറയുന്ന പോലെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും നിങ്ങളെ ജനിപ്പിച്ചു. അവിടെ ഏകത്വത്തിൻ്റെ പ്രഖ്യാപനമാണ് നടക്കുന്നത്. എന്നാൽ നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി വ്യത്യസ്ത വർഗങ്ങളും വംശങ്ങളുമാക്കി മാറ്റി. അവിടെ ബഹുസ്വരതയുടെ അംഗീകാരവുമുള്ളത്. ഇതാണ് നാം ശരിക്കും ഭാരതീയ സംസ്കാരത്തിൽ കാണാൻ പറ്റുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സ്വത്വങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരേ പുരുഷൻ്റെയും ഒരേ ദൈവത്തിൻ്റെ മക്കളെ പോലെ കൂടിക്കഴിഞ്ഞിട്ടുള്ള ഈ സംസ്കാരത്തെ വിദ്വേഷ കലുഷിതമായ ചരിത്രം കൊണ്ട് പകരം വെച്ചത് ഇംഗ്ലീഷുകാരാണ്. ആ കാര്യമാണ് ഇവരും ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ചരിത്രത്തിൽ വിഷം കലർത്തുകയാണ്. ചരിത്രത്തിൽ വിഷം കലർത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതിയ തലമുറയെ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഭാരതീയമായ പാരമ്പര്യത്തിൽ വേദങ്ങളടക്കം സ്ത്രീകൾ രചിച്ചിട്ടുള്ള വലിയൊരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ മാനവകുലത്തിൽ ആദ്യം സ്ത്രീയുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചത് നബി തിരുമേനിയാണ്. ഇങ്ങനെ ഹൈന്ദവതയുടെയും ഇസ്ലാമും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീക്കുള്ള ബഹുമാനം, സ്ത്രീയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന, മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞ ഇസ്ലാമിലും സ്ത്രീയെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ ഈ ഫാസിസ്റ്റുകളോ അവർ സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ട് പുരുഷാധിപത്യത്തിൻ്റെ എല്ലാ നീചത്വരത്തും കൂടി സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രാത്രി ഇറങ്ങി നടന്നുകൊണ്ടാണ്, അവൾ മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ചത് കൊണ്ടാണെന്ന് പറയുന്നു. ഹോണർ കില്ലിംഗ് നടക്കുന്നു. മറ്റൊരു ജാതിക്കാരനായിട്ട് പ്രണയത്തിൻ്റെ പേരിലായി എന്നതിൻ്റെ പേരിൽ ഒന്ന് നോക്കി ചിരിച്ചു എന്നതിൻ്റെ പേരിൽ മഹാന്മാരായിട്ടുള്ള സഹോദരന്മാർ സഹോദരിമാരെ കൊല്ലുന്ന വൃത്തികേടുകൾ നടത്തുന്നും ഇവരാണ്. ഇംഗ്ലീഷുകാരുടെ അടുത്ത് നിന്ന് എല്ലാ വൃത്തികേടുകളും അവർ സ്വീകരിച്ചു. എന്നാൽ വാലന്റൈൻ ഡേ എന്ന് പറഞ്ഞ താരതമ്യേന ഭേദപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പാശ്ചാത്യരുടെ അടുത്തുള്ളത്. അവരെ മോശമാക്കി പറയല്ല, ഒരു പ്രണയത്തിന് വേണ്ടി ഒരു ദിനം. ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ ദേവനായിരുന്നു. ഇന്ന് ആ മംഗലാപുരത്ത് വാലന്റൈൻ ഡേ പരസ്പരം സ്നേഹിക്കുന്നവർ ഒന്ന് ചിരിച്ചു കളിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ തല്ലുകയും അടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതും ഈ ഫാസിസ്റ്റ് ശക്തികളാണ്. അതേപോലെ തന്നെ ദുർബലനോടുള്ള എംപൊട്ടോക്കോ പറയുന്ന മറ്റൊരു ലക്ഷണമാണ് ദുർബലനോടുള്ള അവഹേളനം. സംവരണത്തിനെതിരായി നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്കിടയുള്ളവൻ അവിടെ അങ്ങനെ കിടക്കട്ടെ, നിങ്ങളൊന്നും ഉയരാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് സംവരണത്തിനെതിരായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദളിതരുടെ വീടുകൾ ചുട്ടുകൊല്ലുന്നു. അതുപോലെ തന്നെ തൻ്റെ വേഗതേറിയ വാഹനത്തിൻ്റെ മുമ്പിൽ ഒരു പട്ടിക്കുഞ്ഞ് പെട്ടുന്ന അപകടം പോലെയാണ് ഗുജറാത്തിൽ വംശഹത്യ നടത്തിയതിനെ നമ്മുടെ പ്രധാനമന്ത്രി കണ്ടത് എന്ന് പറയുന്ന സമയത്ത് എന്തൊരു നീചമായിട്ടുള്ള മനസ്സാണ്. ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തെ മുഴുവൻ കൊഞ്ഞനം കുത്തുന്ന ഒരു മനസ്സിൻ്റെ പ്രഖ്യാപനമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ കപടമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കപടമായി ഇവിടെ ഏറ്റവും ഫാസിസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിങ്ങൾ സഹകരിച്ചിട്ട് ഇവിടുത്തെ രാജ്യത്തെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് ഭംഗിവാക്ക് പറയുകയും മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക. ഹിന്ദു മുസ്ലിം സഹോദരൻ എന്ന വാക്ക് ഇന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവർ കപടമായിട്ട് മുസ്ലിം സഹോദരൻ എന്ന് വിളിക്കുകയും മറുഭാഗത്ത് ഫ്രിഡ്ജിൽ ഗോമാംസം വെച്ചിട്ടുണ്ട് എന്ന ആരോപണത്തിന്റെ പേരിൽ തച്ചുകൊല്ലുകയും ചെയ്യുക എന്നുള്ളതാണ്. സമദിനെയും സാദിഖിനെയൊക്കെ ഞാനിപ്പോൾ മുസ്ലിം സഹോദരൻ എനിക്ക് കൊച്ചനുജന്മാരെന്നേ വിളിക്കാൻ വയ്ക്കും. ആ വാക്കിനെ ഇവർ അധികം അശ്ലീലവൽക്കരിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും
പിന്നെ പെരുന്നാളിന് പോലും ഈദിന് പോലും ഒരു ആശംസ നേരാത്ത രീതിയിൽ കാലുഷ്യം സൂക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക. ഇങ്ങനെ അന്യവൽക്കരിക്കുക, അത് ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണത്. അന്യവൽക്കരിക്കുക എന്നുള്ള, അതർ ഈസ് ഹെൽ, അന്യൻ നരകമാണ് എന്ന നിലയ്ക്ക് അന്യവൽക്കരിക്കുക. ഗോൾവർക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സിൽ എന്താണ് പറയുന്നത്? ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ ഇതെല്ലാം ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. സ്വാതി ഹൃദ്വാംബ പറയുന്നത് ഹിന്ദുക്കൾ ഗോക്കളെ ആരാധിക്കുന്നു, മുസ്ലിങ്ങൾ ഗോക്കളെ കൊല്ലുന്നു. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾ വായിൽ കൂടെയല്ലേ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ മുസ്ലിങ്ങൾ നേരെ തിരിച്ചു ചെയ്യാൻ പറയൂ എന്ന് പറഞ്ഞ് നികൃഷ്ടമായ ഭാഷയിൽ ഒരു സമുദായത്തെ മുഴുവൻ അവഹേളിക്കുകയും അന്യവൽക്കരിക്കുകയും ചെയ്യുന്ന സ്വഭാവം, ഫാസിസത്തിൻ്റെ ഏറ്റവും മകുടമായിട്ടുള്ള ആ സ്വഭാവം കൂടിയും ഇവർ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാം എങ്ങനെയാണ് ഈ സംഘപരിവാറിൻ്റെ കാലത്ത് ജീവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് വളരെ താത്വികമായൊരു പ്രതിസന്ധി ഇതിൻ്റെ അകത്തുണ്ട്. ജീവിക്കാൻ ഇതിനെ എതിർക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. എതിർക്കുന്ന സമയത്ത് ഏതെല്ലാം രീതികളിൽ എതിർക്കണം എന്നതും വളരെ നിർണായകമായിട്ടുള്ളൊരു പ്രശ്നമാണ്. നാം എത്ര വലിയ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന സമയത്തും നമ്മുടെ ശബ്ദം ഇടയ്ക്ക് കലമ്പിപ്പോകും. എത്ര വലിയ അധർമ്മത്തിനെതിരെ ആക്രോശിക്കുന്ന സമയത്തും നമ്മുടെ മുഖം വികൃതമായി പോകും എന്നുള്ളതാണ്. അപ്പൊ നമ്മെ ഇതിനെതിരുള്ള ശബ്ദത്തിനും യുദ്ധത്തിൻ്റെയും ഇടയിൽ നമ്മെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന നമ്മളെ എപ്പോഴും ഇതിനായി എതിർത്തുകൊണ്ട് നമ്മുടെ ശബ്ദത്തെ കലമ്പിപ്പിക്കുകയും നമ്മുടെ മുഖപേശികളെ വൈകൃതപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി പ്രേരിതമായിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമായിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ വഴികൾ കൂടി നമ്മൾക്ക് എതിർക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ശബ്ദത്തെ കലമ്പിപ്പിച്ചുകൊണ്ട് തന്നെ എതിർക്കേണ്ടി വരും. നമ്മുടെ മുഖത്തെ വികൃതമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എതിർക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വഴികളും കൂടി നമുക്ക് ആലോചിക്കേണ്ടതായിട്ടും വരും. നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്താചാര്യൻ കാണിച്ചു തന്നിട്ടുള്ളൊരു വഴിയുണ്ട് ചരിത്രത്തിൽ. 16-ാം നൂറ്റാണ്ട് സമയത്ത് അവിടെ ആ കാലത്ത് ഏറ്റവും വലിയ ദുഷ്പ്രഭുത്വവും സ്ത്രീകളെ വെറും വസ്തുവൽക്കരിക്കലും ഭോഗത്തിൻ്റെതും മാത്രമായിട്ടുള്ള ദുഷിച്ച കാലഘട്ടത്ത് അദ്ദേഹം എങ്ങനെയാണ് എതിർത്തത്? അന്നത്തെ വേറൊരു തരത്തിലുള്ള അശ്ലീലമായിട്ടുള്ള ഫാസിസത്തിൻ്റെ കാലമായിരുന്നു അത്. അദ്ദേഹം എങ്ങനെയാണ് ആ ദോഷത്തിൻ്റെ അശ്ലീല കാലത്തെ പ്രതിരോധിച്ചത്? അദ്ദേഹത്തിന് നേരിട്ട് എതിർക്കാൻ തന്നെങ്കിൽ തലയും കൂടിയും പോവുകയില്ല. അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു? ഏറ്റവും നന്മ നിറഞ്ഞ ഒരു കാലത്തെ, ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ലോകത്തെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ കൂടെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അധ്യാത്മരാമായണം ആവിഷ്കരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല സ്ത്രീ പുരുഷ ബന്ധത്തെ, ഏറ്റവും മര്യാദാരാമനായിട്ടുള്ള ഒരു ശ്രീരാമനെ ആവിഷ്കരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് അപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥകളോട് രോഷമുണ്ടാകുന്ന രീതിയിൽ ഏറ്റവും ഉദാത്തമായ ഒരു അവസ്ഥയെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രതിരോധവും കൂടിയുണ്ട്. അങ്ങനെ ഉള്ളൊരു പ്രതിരോധവും കൂടി നാം ശബ്ദം കയർപ്പിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒപ്പം തന്നെ ഇവിടെയുള്ള ശരിയായിട്ടുള്ള ഭാരതീയ പാരമ്പര്യം എന്താണ് എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം. ഇവർ ഭാരതീയ പാരമ്പര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, നിങ്ങൾ പറയുന്നതല്ല ശരിയായിട്ടുള്ള ഭാരതീയ പാരമ്പര്യം, നിങ്ങൾ ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികളുടെ ഒറ്റ കൊടുക്കുന്നവർ മാത്രമാണ്. ഇവിടെയുള്ള ശരിയായിട്ടുള്ള പാരമ്പര്യം, ഭാരതീയമായ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിൻ്റെ മാത്രമല്ല, സഹിഷ്ണുതയുടേത് മാത്രമല്ല, പരസ്പര ബഹുമാനത്തിൻ്റെ കൂടിയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു മുസ്ലിമായി ജീവിച്ചുകൊണ്ടുകൂടി ഈശ്വര സാക്ഷാത്കാരം നേടാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. വിവേകാനന്ദൻ്റെ കാര്യത്തെ പറ്റിയിട്ട് സോൾഡാറ്റയുടെ ബ്രോഷറിൽ പറഞ്ഞു, പശു ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി. അതേപോലെ തന്നെ വിവേകാനന്ദൻ നബി തിരുമേനി എത്ര ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത് എന്നതും കൂടി നാം വിളിച്ചു പറയണം. നിങ്ങൾ പറയുന്നില്ലേ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകങ്ങൾ മുഴുവൻ ഇവിടെ ഇസ്ലാമിനെ ആദരിക്കുകയും നബി തിരുമേനിയെ വാഴ്ത്തുകയും ചെയ്തവരാണ്. മഹാത്മാഗാന്ധി ഏറ്റവും വലിയ മുസ്ലിം സ്നേഹിയായിട്ട്, അദ്ദേഹം വലിയ അഹിംസാവാദി ആയിട്ടുകൂടി, പച്ചക്കറി മാത്രം കഴിക്കുന്ന സസ്യ ബുക്കായിട്ടുകൂടി അദ്ദേഹം പിന്നെ ഗോമാംസം കഴിക്കുന്നവരുടെ അവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തിയവരാണ്. ഇവരാണ് ശരിയായിട്ടുള്ള ഹൈന്ദവരുടെ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകങ്ങൾ എന്ന് പറഞ്ഞ് ആ പ്രതീകങ്ങളെ പൊലിപ്പിച്ചുകൊണ്ട്, ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം മൈത്രിയെ പൊലിപ്പിച്ചുകൊണ്ട്, കബീർദാസിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, കബീർദാസ് മരിച്ച സമയത്തുള്ള കഥ നിങ്ങൾക്കറിയില്ലേ? മുസ്ലിങ്ങളും
ഹിന്ദുക്കളും ഒരേപോലെ ആരാധിക്കുന്ന കബീർദാസ് ആരാധിക്കുകയല്ല, സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കബീർദാസ് മരിച്ച സമയത്ത് ഉള്ള കഥ ഇങ്ങനെയാണ്. മുസ്ലിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു, ഹിന്ദുക്കളും അവകാശവാദം ഉന്നയിച്ചു. ആ സമയത്ത് സ്നേഹം കൊണ്ടാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്. ആ സമയത്ത് ഒരു സന്യാസി അതിൽ കൂടെ നടന്നു വരികയാണ്. ഒരു തുണി വെച്ചിട്ട് കബീറിന്റെ മൃതദേഹം അങ്ങോട്ട് മൂടി. തുണി എടുത്തു നോക്കുമ്പോൾ ആ മൃതശരീരം കുറച്ച് പൂക്കളായി മാറിക്കഴിഞ്ഞു. ഒരു ഭാഗത്തുള്ള പൂക്കൾ ഹിന്ദുക്കളും ഒരു ഭാഗത്തുള്ള പൂക്കൾ മുസ്ലിങ്ങളും കൊണ്ടുപോയി. ഇത്ര മനോഹരമായ ഒരു കാവ്യ സങ്കല്പം, മതസൗഹാർദ്ദത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന ഭാരതീയ പാരമ്പര്യത്തെയാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുകൂടി വേണം നാം. കാരണം ദേശീയത, പാരമ്പര്യം, ഇതിനെയെല്ലാം നമുക്ക് നമ്മുടേതാക്കി മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇവർ അത് തട്ടിക്കൊണ്ടുപോകും എന്നുള്ളതാണുള്ളത്. അതിനെ നമ്മുടേതാക്കി മാറ്റുക. അതാണ് മഹാത്മാഗാന്ധിയെല്ലാം മുന്നോട്ട് പോയിട്ടുള്ള ഭാഗം വഴിയിൽ കൂടെയാണ്. ഭഗവത്ഗീതയുടെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ കൂടി അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തെ പൊലിപ്പിച്ചെടുത്തിട്ടുള്ള മഹാത്മജിയുടെ വഴിയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പാരമ്പര്യത്തിൻ്റെയും ഇന്ത്യയുടെ ശരിയായിട്ടുള്ള പാരമ്പര്യത്തെ നാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധമാണ്. അല്ലാതെ ഈ പാരമ്പര്യത്തെ, ദേശീയമായതിനെ തള്ളിക്കളയുന്ന സമയത്ത് ഇവരെല്ലാം നമ്മെ രാജ്യദ്രോഹികളാക്കി മാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നമുക്ക് സ്വാഭാവികമാകേണ്ട ഒരു സംശയമുണ്ട്, ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഭാരതീയ പാരമ്പര്യം നല്ലത് മാത്രമാണോ? അല്ല, നന്മയും തിന്മയും നിറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഫ്രോയിഡിൻ്റെ ഒരു കഥയുണ്ട്. നമുക്ക് ജീവിതോന്മുഖമായിട്ടുള്ള കാര്യത്തിൽ നാം കുറെയെല്ലാം നല്ലതിനെ കൂടുതൽ ഓർക്കുകയും മോശമായതിനെ വിസ്മരിക്കുകയും ചെയ്യുക കൂടി ചെയ്തുകൊണ്ട് വേണം ചില കാര്യം. അതായത് ചീത്തയെ അഭിസംബോധന ചെയ്യരുത് എന്നല്ല അർത്ഥമുള്ളത്. ജീവിതോന്മുഖമായിട്ടുള്ള, ഇപ്പോൾ പൊന്നാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനി മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്ഥലത്താണ് ഞാൻ വരുന്നത്. പക്ഷെ അവിടെയും ഉണ്ടാകും ചില വർഗീയമായിട്ടുള്ള, പക്ഷെ ആ വർഗീയമായിട്ടുള്ള ശക്തികളെ ഉയർത്തിക്കാണിക്കുന്നതിൽ കൂടുതലായിട്ട് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം ഇവരോട് മല്ലിടേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ ഉള്ള ഒരു പ്രവർത്തനത്തിന് മതത്തിൻ്റെ ശരിയായിട്ടുള്ള മൂല്യങ്ങൾ നമ്മളെ വഴി കാണിക്കേണ്ടതാണ്. ഹൈന്ദവതയും ഇസ്ലാമും തമ്മിൽ ജീവിത ദർശനപരമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന രണ്ട് ചിന്താസരണികളാണ് യാഥാർത്ഥ്യം. അടിസ്ഥാനപരമായിട്ട് വാക്കിൻ്റെ വില, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ അല്ലമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വാക്കിൻ്റെ വില, അത് മനുഷ്യനെ മനുഷ്യനാക്കുന്നതാണ് വാക്ക്. അതുകൊണ്ടാണ് വാക്കിന് എത്ര വിലയുള്ളത്. ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങൾ പോലും വാക്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വാക്ക് അറിയാതെ പറഞ്ഞതിൻ്റെ പേരിൽ പോലും ഒരു ജീവിതം മുഴുവൻ വിവാഹം കഴിക്കാതിരിക്കുകയും രാജ്യം കൊടുക്കുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യം. അപ്പോൾ ഹൈന്ദവ ദർശനങ്ങളും ഇസ്ലാമും പലപ്പോഴും അടുത്ത് നിൽക്കുന്നതാണ്. ലൈംഗികതയോടുള്ള സമീപനം എന്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഈ ഒരേ തരത്തിലുള്ള ചിന്താരീതികളോടുകൂടി ഇവിടെ പുലർന്നു വന്നിട്ടുള്ള മതങ്ങളെ പരസ്പരം മന്യവൽക്കരിക്കുന്നവർ, നിങ്ങൾ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കും ഭാരതീയതയ്ക്കും എതിരാണ്, ഞങ്ങളാണ് ശരിയായിട്ടുള്ള അവകാശികൾ, ഞങ്ങൾ പുറത്തേക്ക് പോകേണ്ടവരാളല്ല, ഞങ്ങളാണ് ഇവിടെ ശരിയായിട്ടുള്ള ഈ പാരമ്പര്യത്തെ സൂക്ഷിക്കുന്ന, പൈതൃകത്തെ സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്യവൽക്കരണത്തെ ചെറുത്തുകൊണ്ട് ഇവർക്കെതിരായിട്ടുള്ള യുദ്ധം നാം പ്രഖ്യാപിക്കേണ്ടത്. അതിനുള്ള ശക്തി തീർച്ചയായിട്ടും സോളിഡാരിറ്റിക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിൻ്റെ ശരിയായിട്ടുള്ള പാരമ്പര്യത്തെ എങ്ങനെ ഉയർത്തിപ്പിടിക്കാമെന്നുള്ളത് സോളിഡാരിറ്റി കാണിച്ചിട്ടുണ്ട്. ജോസഫിൻ്റെ കൈവെട്ടിയ സമയത്ത് 12 കുപ്പി രക്തം അദ്ദേഹത്തിൻ്റെ കൊടുത്തതിൽ 10 കുപ്പി രക്തവും സോളിഡാരിറ്റി പ്രവർത്തകരുടെ ആയിരുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. അന്ന് ചോരയുടെ വില എന്ന പേരിൽ ഞാൻ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളും നിങ്ങളുടെ ആ സന്മനസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന ഈ വിശ്വാസദാർഢ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ഈ ഫാസിസ്റ്റുകളോട് മല്ലടിക്കാൻ. ഇതിൽ ശരിയായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളും ഇസ്ലാം വിശ്വാസികളും ഒരേ ദൈവത്തിൻ്റെ മക്കളായി വേദഗ്രന്ഥത്തിൽ പറഞ്ഞുകൊണ്ട് ഇരുപുറം നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു ജിഹാദാണ് നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത്. അതിന് സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.